പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളെല്ലാവരും നോൻപ് ജീവിതത്തിലാണ്. മറ്റേത് കാലഘട്ടങ്ങളെക്കാളും എല്ലാ സമൂഹങ്ങളിലും ഇപ്പോഴ് ഉടമ്പടി എടുത്ത് അനുതാപത്തോടെയും അനുരഞ്ജനത്തോടെയും ആത്മാഭിഷേകത്തോടും ജീവിക്കുന്ന ഒരു പുളിമാവ് പോലത്തെ ഒരു ചെറിയ ഘടകം ലോകം മുഴുവനുണ്ട്. ഇവർ ലോകത്തെ പൊളിപ്പിക്കുന്നുണ്ട് ശരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ ധ്യാനം നടത്തിയപ്പോൾ അവിടുത്തെ അച്ഛൻ, വികാരിച്ചൻ, മെജോച്ചൻ ഞാൻ ചിക്കാഗോയിൽ ധ്യാനം നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് എന്നെ വിളിച്ചത് ധ്യാനിപ്പിക്കാൻ. അതിന് കാരണം അച്ഛൻ്റെ ഇടവകയിൽ 45 കുടുംബങ്ങൾ ഉടമ്പടി എടുത്തവരുണ്ട്. ഉടമ്പടി എടുത്തവരുടെ ജീവിത രീതികളും അച്ഛൻ ഞങ്ങളിങ്ങോട്ട് പോരാൻ നേരത്ത് പറഞ്ഞത്, ഇനി ഉടമ്പടി ധ്യാനം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഇനി ഞങ്ങളുടെ ബാധ്യത കൂടിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഉടമ്പടി ജീവിപ്പിക്കാനുള്ള ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് ഇരട്ടിയായിരുന്നു. അച്ഛൻ നല്ല ഉത്തരവാദിത്തമുള്ള അച്ഛനാണ് സഭയോടും ദൈവജനത്തോടും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അത് ശരിയുമാണ്. ശരിക്കും പറഞ്ഞത് ചില അച്ഛന്മാരുടെ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അവർ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു വിടും. അവർക്ക് കുമ്പസാരിപ്പിക്കാൻ താല്പര്യമില്ലയോ അഭിഷേകം ഇല്ലാതിരിക്കുക എന്തോ വിഷയമാണ്. അതിന് ഉടമ്പടിയുടെ പുറത്തും അത് എടുത്തവരുടെ മേലും കുതിര കയറിക്കൊണ്ട് അവർ ഒഴിവാക്കും. പക്ഷേ ഈ അച്ഛനായി മെജോച്ചൻ അങ്ങനെയല്ല. മെജോച്ചൻ പറഞ്ഞത് ഞങ്ങളുടെ ബാധ്യത കൂടി ഇനി അത് ദൈവത്തോട് അടുത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ജനങ്ങളെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ജനങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ സ്വർഗീയ ജെറുസലേമിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇടവക വികാരിമാർ അങ്ങനെ പറയും. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛനെയും മെജോച്ചനെയും അവിടെ ഉടമ്പടി എടുത്ത് ജീവിച്ച ആൾക്കാരെ കണ്ടപ്പോഴാണ് ഇതൊരു നല്ല ജീവിത രീതിയാണല്ലോ എന്ന് മനസ്സിലാക്കിയത്. ഉടമ്പടി ഒരു ധ്യാനമല്ല, ഒരു ജീവിത രീതിയാണ്. ദൈവമായിട്ട് ഉടമ്പടി ജീവിക്കുക, അത് സുവിശേഷത്തിൻ്റെ ആദ്യകാലം മുതലേ ഉള്ളതാണ്. ഞാനീ വിഷയമെല്ലാം പറയുന്നതും ഡെയിലി ബ്രെഡെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചവർക്ക് എല്ലാ ദിവസവും ആത്മീയമായ ഭക്ഷണം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അല്ലാതെ ഉടമ്പടി എടുക്കാതെ കേൾക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു കൊതിയും താല്പര്യവും ഉണ്ടാകണം. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോൻപ് കാലത്ത് ചില മനുഷ്യർ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇങ്ങനെ ജീവിച്ചു വരത്തില്ലേ. അപ്പം ജീവിതത്തിൽ പല പല കാലാവസ്ഥകളും കുടുംബങ്ങളിലെ പല പല ന്യൂനമർദ്ദങ്ങളും ഒക്കെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആത്മീയ ശൈത്യം ഉണ്ടാവും. കുളിരിൻ്റെ കാലം ഉണ്ടാകത്തില്ലേ, എത്ര പുതച്ചാലും വിറച്ചുകൊണ്ടിരിക്കും. ആത്മീയ ശൈത്യങ്ങളുടെ കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ ആ ശൈത്യത്തെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആത്മീയ പരിചരണം കിട്ടാത്തവരാണെങ്കിൽ ബാക്കിലായി പോകും. ചിലപ്പോൾ ചില പാപസാഹചര്യങ്ങൾ കൊണ്ട് ആൾക്കാർ ബാക്കിലായി പോകും. ഞാൻ ഈ ദിവസങ്ങളിൽ പള്ളിയിൽ പറയായിരുന്നു, അതായത് നോൻപെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയെന്ന് പറയണത്, നമ്മൾ ഇടവ പള്ളിയിലോട്ട് പോകുന്നു, അപ്പനും മക്കളും എല്ലാവരും കൂടി. അപ്പോൾ പലർക്കും നടക്കാനുള്ള ശേഷി പലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ 3 വയസ്സുകാരും 4 വയസ്സുകാരും ഒക്കെ നമ്മുടെ കയ്യെപ്പിടി നടക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവർ പുറകിലായി പോകും. അവരത് ഇതൊക്കെ കണ്ട് പൂ കണ്ടും പുഷ്പം കണ്ടുമൊക്കെ നിൽക്കണത്, കിള്ളാൻ നോക്കണത്, തുമ്പിയെ കണ്ട് അതിൻ്റെ പുറകെ വായുമ്പോൾ നിൽക്കണൊക്കെയാണ് സംഭവം. പക്ഷെ അവർ പുറകിലായി പോകും. അപ്പോഴെന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ പുറകിലായി പോയാൽ എന്ത് ചെയ്യും? മാതാപിതാക്കന്മാരവിടെ നിൽക്കും. ആ മക്കൾ സ്വന്തമായിട്ട് നടന്ന് അവരുടെ ഒപ്പം എത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും സ്നേഹത്തോടെ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന നോൻപ് ദൈവം നിൽക്കണ ഒരു സമയമാണ്. അപ്പം നമ്മൾ പുറകിലായി പോയെങ്കിൽ നമുക്ക് സ്നേഹപ്രവർത്തകളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ, സുവിശേഷ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ വരാൻ കഴിയണം. അത് നമ്മുടെ തന്നെ ഒരു ശ്രമമുണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ ദൈവത്തിൻ്റെ ഒരു ശ്രമമുണ്ട്. അപ്പം അതല്ലേ നമ്മൾ പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നതെന്നൊക്കെ പറയത്തില്ലേ.
പ്രഭാഷകൻ 33:16. ആ, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി പോയി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്നിലായി പോയ അനുതാപകാലത്തിലെ മുൻപ് കാലത്ത് ആത്മീയ ജീവിതത്തിൽ നമ്മളുടെ അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ പുറകിലായി പോയാൽ നമ്മൾ ശ്രമിക്കുന്നത് പോലെ തന്നെ ദൈവത്തിനൊരു പങ്കുണ്ട് അവിടെ. എന്താണ് നമ്മൾ ദൈവത്തോട്, കർത്താവെ എനിക്ക് കരകയറാൻ പറ്റണില്ല, എനിക്ക് ഈ നോൻപ് കാലത്തിന് ചൈതന്യത്തിന് ഒപ്പം എത്താൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ മുന്നിലാക്കിയെന്നാണ് ഈ പ്രഭാഷകൻ പറയുന്നത്. അപ്പോൾ കർത്താവാണ് നമ്മളെ മുന്നിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അനുദപിക്കാനുള്ള അനുഗ്രഹം എന്ന് പറയിച്ചിരിക്കും. ആദിമസഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ദൈവം പ്രദാനം ചെയ്യും ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. ഇപ്പൊ കലാപറക്കുന്നവരെ പോലെ ഞാൻ പിന്നിലായി പോയി, കർത്താവ് എന്നെ അനുഗ്രഹിച്ച് എല്ലാവർക്കും മുന്നേ എത്താൻ സഹായിച്ചെന്നവർ. അപ്പൊ ഇൻ കേസ് ആധ്യാത്മിക ജീവിതത്തിൽ നീ പുറകിലായി പോയി എങ്കിൽ നീ പ്രാർത്ഥനയിലെ, പരിശ്രമത്തിലെ, പ്രത്യാശയിലെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവെ എന്നെ നോൻപിൻ്റെ അരൂപിയാൽ അഭിഷേകം ചെയ്യണമേ, നഷ്ടപ്പെട്ട ആധ്യാത്മിക ചൈതന്യം തിരിച്ചു പിടിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് ഒപ്പമെത്താൻ കഴിയും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചിട്ട് തന്നെ പൈസ കൊടുത്തെങ്കിലും ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വിളിയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ട് തിരിച്ച് റിപ്ലൈയും തന്നെയില്ല. പൈസ ആണെങ്കിൽ അയച്ചും കൊടുത്ത്, ആ സുഹൃത്തിൻ്റെ പേരിലല്ല നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ആ സുഹൃത്ത് വേറെ ഒരാൾ ഏർപ്പാടാക്കിയിട്ടാണ് നമ്മളോട് ഇത് പറഞ്ഞത്. അപ്പം അതനുസരിച്ച് ഞാൻ പൈസ അയച്ചു കൊടുത്തെങ്കിലും പിന്നെ ഈ സുഹൃത്ത് പറഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ സുഹൃത്തിനെക്കുറിച്ച് വിവരം ഒന്നുമില്ല. സുഹൃത്ത് ഇറ്റലിയിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സുഹൃത്ത് മെസ്സേജ് ഇട്ടേക്കണേ എനിക്ക്, ഞാൻ നാട്ടിലുണ്ട്, ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ ക്യാൻസറായിട്ട് സീരിയസ് ആയിട്ട് കിടക്കണേണെന്ന് പറഞ്ഞ്. പുള്ളിക്ക് ലെൻസിൽ ഈ ക്യാൻസർ വന്ന് പെട്ടെന്ന് അവിടെ വെച്ച് സംഭവിച്ച് അറിഞ്ഞില്ലെന്നാണ് പറയണത്. പുള്ളി ബോഡി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചു പോയിട്ട് 2 മാസം ആയിട്ടുള്ളൂ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയണത് ഈ പുള്ളിക്ക് പെട്ടെന്നാണ് അസുഖം പിടിപെട്ട് പുള്ളിനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ആസ്റ്ററിൽ സീരിയസ് ആയിട്ട് പുള്ളി കിടക്കണേന്നാണ് പറയണത്. പുള്ളിയുടെ അസുഖവും എൻ്റെ മോൻ്റെ ഈ പൈസ ഇത് ചാൻസിൻ്റെയും കാടി ഓർത്തപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. എനിക്ക് രണ്ടും വേണ്ടതായിരുന്നു. പുള്ളിക്ക് ഇത്രയും ഈ അസുഖം വന്നെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ ഒരു ആഘാതവും, എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ പൈസ മുടക്കിയിരിക്കണ്, പുള്ളി അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല, ആരും തന്നെ ഇല്ല, ഇതാർക്കും അറിയാനും പാടില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ മകന് എൻ്റെ ഹസ്ബൻഡിന് മാത്രം അറിയൂ, പിന്നെ ആ സുഹൃത്തിന് മാത്രം അറിയൂ. ഞാൻ എൻ്റെ മകൻ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് പറഞ്ഞത് കൊണ്ടാണ് പുള്ളി എനിക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തത്. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ തകർന്ന്. അങ്ങനെ ആ മെസ്സേജ് ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. എൻ്റെ ജീവിതം ഇനി ഏതാനും ദിവസത്തേക്കേ ഉണ്ടാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ മകൻ്റെ കാര്യം. ആ സുഹൃത്തിൻ്റെ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറൊക്കെ തന്നു എനിക്ക്. അത് ആ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് മരിച്ച്. എൻ്റെ അടുത്ത് തന്നെയാണ് വീട്, ഞങ്ങൾ പോയി കണ്ട്. പക്ഷേ എനിക്ക് ചിമിത്തേരി പോയി കുടിക്കലിൽ നിന്ന് അയാൾ ആത്മാവിനോട് സംസാരിക്കാനേ പറ്റുള്ളൂ. കാരണം ഞാൻ എന്തു പറയും,
എൻ്റെ കാശ് പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ മാസങ്ങൾ കടന്നതിന് പോയതിന് ശേഷമാണ് ഞാൻ ഈ യൂട്യൂബിൽ ഞാൻ ഈ കൃപാസനത്തിലെ മാതാവിൻ്റെ അത്ഭുതങ്ങളും അച്ഛനെക്കുറിച്ചും ഞാൻ ഇവിടുത്തെ ഉത്ഭവം ആദ്യം മുതൽക്കേ ഞാനിത് എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ കാര്യങ്ങളും അച്ഛൻ കടലിൽ സുവിശേഷം പ്രസംഗിച്ചതും അച്ഛനെക്കുറിച്ച് എല്ലാം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ ഇത്തിരി അവിശ്വാസിയും കൂടിയാണ്. പക്ഷേ എനിക്ക് വളരെ ഇത് ആഴത്തിൽ പതിഞ്ഞ് എനിക്ക് അച്ഛൻ്റെയും ഇവിടുത്തെ മാതാവിൻ്റെ അത്ഭുതങ്ങളും ആഴത്തിൽ എനിക്ക് എൻ്റെ മനസ്സിൽ കൊണ്ട് അങ്ങനെ ഞാൻ ഈ തകർന്ന് നിൽക്കുന്ന മാസങ്ങൾ കഴിഞ്ഞ് തകർന്ന് നിന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോകണേണ്, ഒറ്റക്കാണ് ഞാൻ പോണത്. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ്. കാരണം എനിക്ക് നേരത്തെ തൊട്ടേ എനിക്ക് ഭയമില്ല, എവിടെയും ഞാൻ യാത്ര ചെയ്യും. അങ്ങനെ ഞാനിവിടെ വന്ന് അപ്പം എൻ്റെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരത്തിനോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പോകണേണ്. അപ്പോൾ അവളിവിടെ വന്നിട്ടുള്ളതാണ്. അവൾ പറഞ്ഞ് ഇങ്ങനെ കൃപാസനത്തിൽ പോകണമെങ്കിൽ ഉടമ്പടി എടുത്തോന്ന് എന്നോട് പറഞ്ഞു. ഞാനപ്പം മോൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഉടമ്പടിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അങ്ങോട്ട് അറിയില്ല. എന്നാലും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഞാൻ വീട്ടിലിരുന്ന് ചെല്ലണ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ വേറൊരു ചേച്ചിനോട് വാട്സപ്പ് വഴി ഞാൻ അത് എഴുതി വിട്ടിട്ട് ഞാൻ അത് ചെല്ലുമായിരുന്നു. പിന്നെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ പ്രാർത്ഥന ചെല്ലുമെന്ന് മാത്രമുള്ള തിരികളൊന്നും കത്തിക്കാറില്ല, പ്രാർത്ഥന മാത്രം ചെല്ലും ഞാൻ എൻ്റെ തിരി കത്തിച്ച്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രിയിലാണ്, എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല, ഉറക്കം ഉണ്ടാകാറില്ല എനിക്ക്. ഞാൻ രാത്രി ഇരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത് എൻ്റെ മകന് വേണ്ടിയിട്ട്. എനിക്ക് ഉറക്കിടന്നോ എനിക്ക് ഉറക്കം വരില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ നിങ്ങളും കൂടി അത് ഓർക്കണം, രാത്രിയിൽ ഇരുന്നുള്ള പ്രാർത്ഥന ശരിക്കും ഫലിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. എൻ്റെ മോൻ എന്നോട് വന്ന് ചോദിക്കും, മമ്മി എന്താണ് കിടക്കണില്ല, എന്താണ് ഇതിങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കും. ഞാൻ പറയും എനിക്ക് ഉറക്കം വരുന്നില്ല, എൻ്റെ കയ്യിൽ ജപമാല ഉണ്ടാകും. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഉറങ്ങി അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെ നേരം വെളുക്കുമ്പോഴാണ് നേരം വെളുക്കൂല, വെളുപ്പിനേന് ഞാൻ ഉണരും. പക്ഷേ ഞാൻ ഇവിടെ കിടന്നാണ് ഉറങ്ങിപ്പോയത്. അപ്പോൾ കയ്യിൽ കൊന്ത താഴെ കിടപ്പുണ്ടാവും. അങ്ങനെയാണ് എൻ്റെ ഉറക്കങ്ങൾ ആയിരുന്നത്. അങ്ങനെ അതിന് ശേഷം ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് ഒറ്റയ്ക്ക് ഞാൻ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ 7 മണിക്കാണ് ഇവിടെ നിന്ന് ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ 7 മണിക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എങ്ങനെ ഞാൻ എവിടെ എത്തുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ ശരിക്കും സഞ്ചാരി മാതാവെന്ന് ഞാൻ ശരിക്കും വിശ്വസിച്ച് ആ സമയത്ത് എൻ്റെ കൂടെ റോഡ് ക്രോസ് ചെയ്തപ്പോൾ എൻ്റെ മോളെപ്പോലെ കരുതണ ഒരു പെൺകുട്ടി വന്നിട്ടും എൻ്റെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് ചേച്ചിക്ക് പേടിയാണെന്നും പറഞ്ഞിട്ടും റോഡ് ക്രോസ് ചെയ്യിച്ച് ഞാനും ആ കുട്ടിയും കൂടിയാണ് ബസ്സിൽ കയറിയത്. അപ്പം ഞാൻ ചോദിക്കണം മോളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയണത് എൻ്റെ വീട് ആ കുട്ടിയുടെ വീട് കൂനമ്പാവിലാണെന്ന്. അപ്പം ഞാനും ആ കുട്ടിയും ഹൈക്കോർട്ട് വരെയും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവുമെന്ന്. അപ്പം എനിക്ക് എന്തൊരു സമാധാനം കിട്ടിയെന്നാ. അങ്ങനെ ഞാൻ അന്ന് ഒറ്റയ്ക്ക് വന്ന് ഉടമ്പടി എടുത്ത് സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്നെന്ന് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കണേണ്. എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും. അതിനുശേഷം ഞാൻ പറഞ്ഞു നിർത്തിയത് ആ സുഹൃത്തിൻ്റെ മരണം. സുഹൃത്ത് മരിച്ചതിന് ശേഷം അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ വിസ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് എപ്പോൾ തുടങ്ങും, വിസ അപ്പോയിൻമെൻറ്റ് കിട്ടിയാലേ ഞങ്ങൾക്ക് വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളല്ല. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ സുഹൃത്ത് തന്ന ഫോൺ നമ്പറിൽ ഞങ്ങൾ വിളിച്ചപ്പോൾ ആ സുഹൃത്തിൻ്റെ കൂട്ടുകാരൻ പറയണേണ് ട്രാവൽസിൽ ഞങ്ങൾക്ക് സകല കാര്യങ്ങളും പറഞ്ഞു നിങ്ങൾ ഏജൻറ്റുമാരിൻ്റെ അകത്തില്ല, നിങ്ങൾ തന്നെ ചെയ്യണമെന്നാണ് പറയണത്. എല്ലാ കാര്യങ്ങളും ശരിക്കും ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് പറഞ്ഞു തന്നതനുസരിച്ച് ട്രാവൽസിൽ പോയി ഞങ്ങൾ എല്ലാ പേപ്പറുകളും അവിടുത്തെ നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി ഏജൻറ്റുമാർക്ക് നമ്മൾ ചെയ്യണ പോലെ തന്നെ ഏജൻറ്റുമാർ നമ്മൾക്ക് വേണ്ടി ചെയ്യണത് തന്നെ ഞാനും എൻ്റെ മകനും കൂടി തന്നെ ഞങ്ങൾ ആ സുഹൃത്ത് പറയണതനുസരിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ അവർ ട്രാവൽസുകാർ തന്ന ഓരോ പേപ്പറുകളും
5-8 പേപ്പറുകൾ നമ്മൾ റെഡിയാക്കണം, PCC അടക്കം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് നിങ്ങൾക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ PCC തന്നെ ഞങ്ങൾ 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടായ PCCയുടെ കാലാവധി കഴിഞ്ഞ് അത്രയും ഞങ്ങളുടെ കാര്യങ്ങൾ നീണ്ടു പോകണേ. വീണ്ടും അപ്ലൈ ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും PCC ഞങ്ങൾക്ക് രണ്ടാമത് കിട്ടിയതിന് ശേഷമാണ് വീണ്ടും വിസക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയത്. അങ്ങനെ വിസ അപ്പോയിൻമെൻറ്റ് ഈ പോളണ്ടിലേക്ക് ഞങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരുപാട് പേര് ഈ പോളണ്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പൈസയും കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒന്നും ഒരു ഇതും വന്നിട്ടില്ല, ഒന്നും റെഡി ആയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് വിസ അപ്പോയിൻമെൻ്റ് എടുക്കാൻ കിട്ടി ഹൈദരാബാദിലേക്ക്. മാതാവിന് ആ സമയത്ത് ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. ഞാനിവിടെ വന്ന് എൻ്റെ സങ്കടങ്ങളെല്ലാം മാതാവിനോട് ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ടും പോയി, എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയണം മാതാവെന്ന്. എൻ്റെ മകൻ അവിടെ എത്തിയാൽ ഞാൻ മാതാവിനോട് സാക്ഷ്യം പറയുമെന്ന് ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം, ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ വന്നു പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞ്, മാതാവേ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുമോ മാതാവേ? അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടി, ഹൈദരാബാദിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. എൻ്റെ മകൻ ഹൈദരാബാദിൽ പോയി. എൻ്റെ മകൻ ഒരു കൂട്ടുകാരനും കൂടിയാണ് പോയത്. അവിടെ ചെന്ന് അപ്പോയിൻമെൻറ്റിൻ്റെ അന്ന് എൻ്റെ മകൻ വിളിച്ചേക്കനെയാണ് അപ്പോയിൻമെൻറ്റ് നടന്നില്ല എന്ന്. ഒത്തിരി സങ്കടം തോന്നി, പക്ഷേ നിരാശപ്പെട്ടില്ല. നിരാശപ്പെടാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു നിരാശപ്പെടൽ വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നണം മാതാവിൻ്റെ ആ ഒരു സംരക്ഷണം ഉള്ളത് കൊണ്ടായിരിക്കാം, എല്ലാം നല്ലതിനായിരിക്കും എന്ന് തന്നെ കരുതി. അങ്ങനെ മകൻ വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പൈസയും ചിലവായി. പിന്നെ അവന് ഛർദിലും വയറിളക്കം, ട്രെയിൻ യാത്രയൊക്കെ, അങ്ങനെ അതുമാത്രം ബാക്കി നമുക്ക് കിട്ടിയുള്ളൂ, അല്ലാതെ അപ്പോയിൻമെൻറ്റ് നടന്നില്ല. വീണ്ടും നിരാശപ്പെടാതെ തന്നെ വീണ്ടും ഞങ്ങൾ അപ്ലൈ ചെയ്ത്, ഞങ്ങൾക്ക് വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി തന്ന ആ ആളുടെ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വീണ്ടും കൊടുത്ത് വീണ്ടും ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി. ഡേറ്റ് കിട്ടിയത് വീണ്ടും 1 മാസത്തിന് ശേഷമാണ് വീണ്ടും ഡേറ്റ് കിട്ടിയത്. ഡേറ്റ് കിട്ടി മാർച്ച് 1-ാം തീയതി ആയിരുന്നു അവൻ്റെ ഡേറ്റ്. വിസക്ക് അപ്പോയിൻമെൻറ്റിന് രണ്ടാമത്തെ പോക്ക് പോകാനായിട്ട്. പോണേൻ്റെ തലേ ദിവസം രാത്രി എല്ലാം അവന് പോകാൻ, അവനന്ന് ഒറ്റക്കാണ് പോകാൻ ഒരുങ്ങിയത്. കാരണം അവൻ്റെ കൂടെ കൂട്ടുകാരനെയാണ് അന്ന് കൊണ്ടുപോയത്. ഒന്നും നടന്നില്ല, ആകെ പ്രശ്നങ്ങളായിട്ടാണല്ലോ വന്നത്. അപ്പോൾ പിന്നെ ആദ്യത്തെ പോക്കോടുകൂടി അവന് കാര്യങ്ങളൊക്കെ, യാത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായതിൻ്റെ പേരിൽ അവൻ പറഞ്ഞ് ഞാൻ ഒറ്റക്ക് പൊക്കോളാം, പിന്നെ പൈസയുടെ ചിലവും കാര്യങ്ങളൊക്കെ ഓർത്ത് ഒറ്റക്ക് തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവൻ ഒറ്റക്ക് തന്നെ പോയി. അന്ന് ഈ പോണെന്നാണ് പറയണത്. അവൻ്റെ ഒരു ഫ്രണ്ട് തന്നെ വിളിച്ച് പറയണേണ് രണ്ടാമത് പോയിട്ടും കാര്യമില്ലെന്നാണ് പറയണത്. രണ്ടാമത് പോയിട്ടും കാര്യമില്ല, അപ്പോയിൻമെൻറ്റ് അവിടെ അവർ ചെന്നിട്ട് അപ്പോയിൻമെൻറ്റ് നടക്കണില്ലെന്നാണ് പറയണത്. ഈ പോളണ്ടിലേക്കുള്ള ഒരു ചാൻസിൻ്റെ ഒരു ഇത് കൊണ്ടാണ്, വേറെ എവിടെയാണെങ്കിൽ ഇത്രയും ഇത് വരില്ല. പക്ഷെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, നീ പൊയ്ക്കോ, എല്ലാം നടക്കും എന്ന് തന്നെ ഞാൻ പറഞ്ഞ്. ഞാനങ്ങനെ പോകാൻ നേരത്ത് ഫയലിൽ ഞാൻ കാശ് രൂപം ഞാൻ ഇട്ട് കൊടുത്തേച്ച്, നീ ഈ മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്, നിൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കും എന്ന് തന്നെ ഞാൻ പറഞ്ഞ്, ഞാൻ വിശ്വസിച്ച് ഞാൻ മോനെ പറഞ്ഞേച്ച്. ഉച്ചക്ക് 12 മണിയായപ്പോൾ ഞാനിവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലി, മാതാവേ ഇന്ന് നടക്കാതെ പോന്നു കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും, അമ്മയ്ക്ക് എനിക്ക് നടത്തി തന്നെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ച്. 12 മണിയായപ്പോൾ അവൻ വിളിച്ചേക്കണേണ്, മമ്മി അപ്പോയിൻമെൻറ്റ് നടന്ന് എന്ന് പറയണേണ്. അങ്ങനെ അവൻ പിറ്റേ ദിവസം എത്തി, അപ്പോയിൻമെൻറ്റൊക്കെ നടന്ന് എത്തിച്ചേർന്ന് അതെല്ലാം ക്ലിയറായി. മാതാവിന് 1000 നന്ദി പറഞ്ഞ്. അതിനുശേഷം പിന്നത്തെ കാത്തിരിപ്പ് വിസ വരലാണ്. വിസ വരാനായിട്ട് 15 ദിവസം എന്നാണ് മിനിമം എല്ലാവരും പറയണത്. എല്ലാവരും അറിവുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഒരു 15 ദിവസത്തിനുള്ളിൽ വിസ വരും. പക്ഷേ ഈ 15 ദിവസവും കഴിഞ്ഞ് 16ഉം 17ാമത്തെ ദിവസവും ഒരു റിപ്ലൈ ഇല്ല. അപ്പോൾ റിജക്റ്റ് ആയെങ്കിൽ ഫോണിൽ കാണിക്കുമെന്നാണ് പറയണത്. പക്ഷേ മോൻ പറയുന്നത് റിജക്റ്റ് ആയിട്ടില്ല, പക്ഷേ വന്നിട്ടില്ലല്ലോ, വിസ വരാതെ എന്ത് ചെയ്യും? എല്ലാ ദിവസവും അവൻ എൻ്റെ അരികിൽ വന്ന് പറയും, മമ്മി വിസ വന്നില്ലല്ലോ, വരുമോ? നീ
പേടിക്കണ്ട, വരും. ഞാൻ പറയണേ, നീ പേടിക്കണ്ട, വരും. മാതാവ് വിസ നിൻ്റെ കയ്യിൽ തരുവോടാ, നീ പേടിക്കാതിരിക്കേ. ഇനി വരൂല്ല, എനിക്ക് പോകാൻ പറ്റൂല എന്ന് തന്നെ പറയണേണ്. അങ്ങനെ 17ാമത്തെ ദിവസമായപ്പോൾ മോന് മെസ്സേജ് വന്നേക്കണേണ്, വിസ വന്ന് തിരിച്ചു പോയിരുന്നു ഹൈദരാബാദിലേക്ക്. അത് ഞങ്ങൾക്ക് അതൊക്കെ ശരിക്കും ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന വളരെ വിഷമകരമായ കാര്യമാണ്. വിസ വന്ന് തിരിച്ചു പോയെന്ന്. അതായത് നമ്മുടെ ഏരിയയിലോട്ട് അവർക്ക് എത്താനായിട്ട് അവരുടെ സർവീസ് എത്തിയില്ലെന്ന്. ഞങ്ങളുടെ ഉള്ളിലോട്ടാണ്, ടൗണിൽ ഒരു അഡ്രസ്സ് കൊടുക്കാൻ, എന്നാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിലാണ് അവർ പറയണത്. അപ്പം തന്നെ മോൻ തന്നെ ഫോണിൽ അവനെല്ലാ കാര്യങ്ങളും അവനറിയാവുന്നത് കൊണ്ട് അവൻ അപ്പം തന്നെ ടൗണിലേക്ക് എറണാകുളത്തേക്ക് എൻ്റെ കസിൻ്റെ അഡ്രസ്സ് കൊടുത്ത് അപ്പം തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത്. എന്നിട്ടും ഞങ്ങളുടെ കാത്തിരിപ്പാണ്. ഈ കാത്തിരിപ്പ് ശരിക്കും പ്രാർത്ഥന തന്നെയാണ്. ഈ കാത്തിരിപ്പ് പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പ്.